കണ്ടോ? നമ്മുടെ മിടുക്കൻ പ്ലാവിനെ കണ്ടോ? ഇത് കുറച്ച് നാൾ മുമ്പ് വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നതാണ്. വീഡിയോയും പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് പ്ലാവ് അന്നേരം ചെറുതായിരുന്നു. ഇപ്പോൾ പ്ലാവ് ചക്ക വലുതായി, കുറേ ചക്കയൊക്കെ ഇതിലിട്ട് പോയായിരുന്നു. ഇടിയും ചക്കയായിട്ട് കുറച്ച് കൊടുത്തിരുന്നു. ബാക്കിയുള്ള ചക്കകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൃഷി സംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും, ഇനി നമ്മളെങ്ങനെ നമ്മുടെ ഇന്ത്യയും കേരളമൊക്കെ ഏത് രീതിയിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ്, ഫ്യൂച്ചർ കൺസെപ്റ്റ്, കൃഷിയിലുള്ള കൺസെപ്റ്റ്, നമ്മുടെ തൊഴിലുള്ള കൺസെപ്റ്റ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അടിസ്ഥാനം നമ്മൾ കൊടുക്കുന്ന ഒരു കണക്ഷൻ കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കാണണം എന്നാണ് എൻ്റെ താല്പര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാർ അവർ 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ മുടക്കി പല ഏജൻസിനും കൊടുത്ത്, അത് ആർക്കാ കൊടുത്തത് എന്തെന്നറിയില്ല, കുറേ ഏജൻസിനും കൊടുത്ത് 5-6 രാജ്യങ്ങൾ കടന്ന് വളരെ യാതന അനുഭവിച്ച് അമേരിക്കയിൽ ചെന്ന് പെട്ടിട്ട് ജീവിതം പച്ചപിടിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള കാര്യമെന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് 40 ലക്ഷം മുതൽ 1 കോടി രൂപ മുടക്കി. അത് മുടക്കാൻ കഴിവുള്ളവന് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഇനി അമേരിക്കനും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മാസം 7 മാസം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് യൂറോപ്പിൽ. അമേരിക്കയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. കാലാവസ്ഥ മോശമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മണ്ണ് മോശമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് ഇന്ത്യയിലേക്ക് വരാം, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരാം. കാരണം ഇവിടെ ജീവിക്കുന്നതിന് ഈ പറഞ്ഞ മാതിരി മഞ്ഞ് വീഴ്ച ഒന്നുമില്ല. ഒരു ഷർട്ടും ഒരു മുണ്ടും മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ഏത് ക്ലൈമറ്റിലും ഫേസ് ചെയ്യാം. കാരണം മഞ്ഞിനെ പ്രതിരോധിക്കുന്ന കോട്ടോ ഗൗണോ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതേപോലെ ക്ലൈമറ്റുള്ളൊരു സ്ഥലം. ഇനി മണ്ണെടുത്ത് നോക്കി കഴിഞ്ഞാലോ, അത്യാവശ്യം നല്ല മണ്ണ്, വെള്ള സൗകര്യങ്ങളുള്ള സ്ഥലം. അപ്പം നമ്മൾ കൃഷിയിലേക്ക് അഡ്വാൻസ് ചെയ്താൽ, നമ്മുടെ ബുദ്ധി കൃഷിയിലേക്ക് അഡ്വാൻസ് ചെയ്താൽ, ഈ പറഞ്ഞ മാതിരി 40 ലക്ഷം 50 ലക്ഷം ഒന്നും വേണ്ട, 4 ലക്ഷമെങ്കിലും മുടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടുന്നതിൽ വലിയ ബെനിഫിറ്റ് ഇവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ പ്ലാവ് തന്നെ ഏകദേശം ഒരു 4 സെൻറ്റ് സ്ഥലത്ത് നിൽക്കുന്ന പ്ലാവ്, 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ തെങ്ങും ജാതിയും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 10-30ഓളം പ്ലാവുകൾ തന്നെ ഇത് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 10-20 കൊല്ലം മുമ്പാണ് നമ്മുടെ കൺസെപ്റ്റ് ആണെങ്കിലോ, 20 കൊല്ലം മുമ്പാണ് നമ്മുടെ കൺസെപ്റ്റ് ആണെങ്കിലോ, അപ്പോൾ നമുക്കിപ്പോൾ അതിനുള്ള ഇൻകമായി നമുക്കത് വലിയൊരു പൈസയിലേക്ക് വരും. മാത്രമല്ല ഇതിൽ വാർഷികമായിട്ടുള്ള ചക്ക വിറ്റുള്ള ഇൻകം മാത്രമല്ല, അവസാനം മരം കൊടുക്കുമ്പോഴുള്ള ഇൻകം എല്ലാം കൂടിയിട്ട് ഒരു വലിയ കൺസെപ്റ്റിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു ഫ്യൂച്ചറോട് കൂടിയിട്ട്, നല്ലൊരു കൺസെപ്റ്റോട് കൂടിയിട്ട്, നല്ല ഇച്ഛാശക്തിയോട് കൂടിയിട്ട്, രാഷ്ട്രബോധത്തോട് കൂടിയിട്ട് നമ്മൾ പൗരന്മാർ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട. നമുക്ക് ഇന്ത്യയിൽ അതിനുള്ള റിസോഴ്സസുകളുണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്, ആളുകളുണ്ട്, മനസാക്ഷിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇങ്ങനെ അബ്രോഡ് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വളരെ ടെക്നിഫൈഡായിട്ട് ലീഗലായിട്ട് പോയി വലിയ കൺസെപ്റ്റിൽ ജോലി ചെയ്യണവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഇത്ര റിസ്ക് ഒന്നും എടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. നമ്മുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ വളരെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. പ്ലാൻ ചെയ്യണം, നമ്മൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്നാൽ മാത്രമാണ് നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ 140 കോടി ജനങ്ങളിൽ 10% ആളുകൾ, 14 കോടി ആളുകളെന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നമ്മുടെ ഇന്ത്യ കയറി വരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മുഖ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.